ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താറാവ് വരട്ടിയതാണ്. അതിനുവേണ്ടി താറാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് പ്രഷർ കുക്കർ അടച്ച് വേവിക്കാൻ വെക്കണം. ഈ താറാവിന് വേവുണ്ട്. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 ഏലക്കായി, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ കുത്തൊന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല, 1 സ്പൂണ് മല്ലിപ്പൊടി. ഇനി ഈ മസാലകളൊക്കെ ഒന്ന് പച്ചമണം പോകുന്നവരെ നമുക്കിത് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ചേർത്ത മസാലയൊക്കെ നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ തക്കാളി വേകാൻ വേണ്ടി നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി നന്നായി ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ച താറാവ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിൽ കിടന്ന താറാവ് ഇറച്ചിയിലൊക്കെ മസാല പിടിച്ച് വരണം. അതിനുവേണ്ടി നമുക്കിതിൽ നിന്ന് വരട്ടിയെടുക്കണം. ഇനി ഈ താറാവിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് നന്നായി വെള്ളം വറ്റിച്ച് വരട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ താറാവ് ഇവിടെ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ചൂട് താറാവ് വരട്ടിയതും പൊറോട്ടയും. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.